ചിലപ്പോഴൊക്കെ തോന്നാറില്ലേ, അയ്യോ ഞാൻ ഈ ടോപ്പിക്ക് എത്ര തവണ പഠിച്ചതാണ് എന്നിട്ട് എനിക്ക് ഓർമ്മയില്ലല്ലോ, ഇത്രയും നാൾ റിവൈസ് ചെയ്തിട്ട് എന്താ മറന്നു എന്നൊക്കെ തോന്നാറില്ലേ. നമുക്കിനി ഇത്രയും നാൾ റിവൈസ് ചെയ്ത രീതിയിൽ നല്ലതാണ് വേറെ രീതിയിലൊന്ന് റിവൈസ് ചെയ്ത് നോക്കിയാലോ. 1-4-7 റിവിഷൻ മെത്തേഡിനെ പറ്റിയിട്ടാട്ടോ ഞാൻ പറയുന്നത്. പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മളോട് മറന്നു പോകുന്നത് അത് നമ്മൾ നന്നായിട്ട് പഠിക്കായിട്ടൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ നമ്മൾ റിവൈസ് ചെയ്യുന്ന രീതിയുടെ ഒരു പ്രശ്നമായിരിക്കും. ഈ 1-4-7 റിവിഷൻ റൂള് പറയുന്നത്, ഇന്നിപ്പോൾ ഒരു ടോപ്പിക്ക് പഠിച്ചാൽ ഫസ്റ്റ് ഡേ തന്നെ അതൊന്ന് റിവൈസ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് ഡേ റിവൈസ് ചെയ്യണം. പിന്നെ 4th ഡേ, അതായത് 4ാമത്തെ ദിവസം ഇത് ഒന്നുകൂടെ റിവൈസ് ചെയ്യണം. അതേപോലെ തന്നെ 7th ഡേ ഇത് വീണ്ടും റിവൈസ് ചെയ്യാം. ഇങ്ങനെ 3 തവണ റിവൈസ് ചെയ്യണം. ഈ ഒരു ഗ്യാപ്പിൽ റിവൈസ് ചെയ്യുമ്പോൾ ബ്രെയിൻ ആ ഇൻഫോർമേഷൻ ലോങ് ടേം മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് എക്സാം ടൈമിൽ എല്ലാം വീണ്ടും ഫസ്റ്റ് മുതൽ പഠിക്കണം എന്നുള്ളൊരു ആവശ്യം കുറയും. നമ്മൾ റിപ്പീറ്റഡ്ലി ഒരു ടോപ്പിക്ക് തന്നെ ഇരുന്ന് പഠിച്ചാൽ മാത്രം അത് റിവിഷൻ ആവില്ല. കറക്റ്റ് ടൈമിന് ബ്രെയിനിന് ഇൻഫോർമേഷൻ നമ്മൾ ഓർമ്മപ്പെടുത്തണം. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ പഠിച്ചിട്ടുണ്ടെന്നുള്ളത് ബ്രെയിനിന് നമ്മൾ ഓർമ്മപ്പെടുത്തണം. കുറച്ച് ദിവസം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യം ഫസ്റ്റ് ഡേ റിവിഷൻ ചെയ്യുക, പിന്നെ 4th ഡേ, പിന്നെ 7th ഡേ. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ഒരു 2 months ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഡിഫറൻസ് മനസ്സിലാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഹാപ്പി ലേണിംഗ്.